ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് മൂംഗ കോട്ടായിൽ തന്നെ യോക്ക് പോർഷനിൽ ഇങ്ങനെ കമ്പ്യൂട്ടർ എംബ്രോയിഡറി വരുന്ന ഒരു സെറ്റാണ്. ആദ്യത്തെ ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ലാവൻഡറും പിങ്കും കൂടെ ഡബിൾ ഷെയ്ഡായിട്ട് വരുന്ന നല്ലൊരു കളർ ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡിൽ പീച്ച് ലേസ് യോക്കായിട്ട് കൊടുത്തേക്കുന്നു. അതിൽ പീച്ചും പിങ്കും കൂടെ വരുന്ന ഷെയ്ഡ് ഇട്ട് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി യോക്കിൽ കൊടുത്തേക്കുന്നു. ഇതാണ് ഇതിൻ്റെ യോക്ക് വരുന്നത്. ഇത് ടോപ്പിൻ്റെ സ്ലീവ്സ് പോർഷൻ വരുന്നത്. സ്ലീവ്സ് പോർഷൻ ആണെങ്കിലും രണ്ട് ബോർഡറിലും ചെറിയ ഒരു പീച്ച് ക്രോഷ്യ ലേസ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ആണ് ഇതിൻ്റെ യോക്കിലും സ്ലീവിലും ഒക്കെ കൊടുത്തേക്കുന്നത്. ഇതാണ് കളർ കോമ്പിനേഷൻ ആണെങ്കിലും നല്ല എടുപ്പുള്ളൊരു കളർ കോമ്പിനേഷനാണ് വന്നേക്കുന്നത്. ദുപ്പട്ടയും സെയിം മൂംഗ കോട്ട ദുപ്പട്ട തന്നെ വന്നിട്ട് ദുപ്പട്ടയുടെ ചുറ്റും ബോർഡറായിട്ട് ഈ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വന്നേക്കുന്നു. ആ ബോർഡർ കൊടുത്തേക്കുന്ന രണ്ട് സൈഡിലും ക്രോഷ്യ ലേസും കൊടുത്തിട്ടുണ്ട്. പീച്ച് തന്നെ ക്രോഷ്യ ലേസും കൊടുത്ത് ചുറ്റും ദുപ്പട്ടയും നല്ല റിച്ച് ലുക്കിലാക്കിയേക്കാണ്. നല്ലൊരു കളർ കോമ്പിനേഷനുമാണ്. എന്നിട്ട് ഇതിൻ്റെ ബോട്ടം കൊടുത്തേക്കുന്ന ഈ ഒരു പീച്ച് ഷെയ്ഡ് കോട്ടൺ ബോട്ടം. ഇത് വരും ഒരു സെറ്റ്. അടുത്ത സെറ്റ് വരുന്നത് വർക്ക് വ്യത്യാസമാണ്. ഇങ്ങനെ വരും. പീച്ച് നല്ല ഡാർക്ക് പീച്ച് ഷെയ്ഡ്, അതിൽ യോക്ക് കമ്പ്യൂട്ടർ എംബ്രോയിഡറി തന്നെ. ആ ഒരു ഇതിൻ്റെ മിഡിൽ പോർഷനിലൂടെ ക്രോഷ്യ ലേസ് കൊടുത്തേക്കുന്നു, ചുറ്റും ബോർഡറായിട്ടും മിഡിലിലും. സ്ലീവ്സിൽ വരുമ്പോഴും സെയിം തന്നെ രണ്ട് ബോർഡറായിട്ട് ഇങ്ങനെ വരുന്നു. സ്ലീവ്സിൻ്റെ ബോർഡറും വരുന്നു. ദുപ്പട്ടയുടെ ബോർഡറും സെയിം പാറ്റേണിൽ തന്നെ ഇങ്ങനെ വരും. ഈ ഒരു ലുക്കിൽ വരുന്നു. ദുപ്പട്ടയുടെ ബോർഡറിൻ്റെ തന്നെ രണ്ട് സൈഡിലും ലേസൊക്കെ കൊടുത്ത് നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയും ടോപ്പും കൂടെ വരുന്നു. ബോട്ടം ഗ്രീൻ ഷെയ്ഡ് കോട്ടൺ ബോട്ടം. ഈ ഒരു സെറ്റ് വരുന്നത്. അടുത്ത സെറ്റിൻ്റെ വരുന്ന കളറ് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്. അതിൽ വൈറ്റ് ബേസ് വന്നിട്ട് അത് സെയിം വർക്ക് തന്നെ വരുന്നു. വർക്ക് വ്യത്യാസമുള്ള വർക്കാണ്. ഇതിനും ചുറ്റും ബോർഡറായിട്ട് കുഞ്ഞൊരു ലേസൊക്കെ കൊടുത്തേക്കുന്നു. ഇതിന് സ്ലീവ്സിൻ്റെ ബോർഡറിലും സെയിം തന്നെ വർക്ക് കൊടുത്തേക്കുന്നു. പിന്നെ ടോപ്പിൻ്റെ ദാവൻ പോർഷനിലും സെയിം വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വരും ടോപ്പ് ലുക്ക്. ഇത് വരും ദുപ്പട്ട ഇങ്ങനെ ബോർഡറായിട്ട് നല്ലൊരു പിങ്ക് വൈറ്റ്. അപ്പോൾ ആ വൈറ്റ് പോർഷനിൽ ലൈറ്റ് ആഷും ലൈറ്റ് പിങ്കും ഒക്കെ കൊടുത്ത് വർക്ക് വന്നപ്പോഴത്തേക്കിന് ആ ഒരു ദുപ്പട്ടയും ടോപ്പിൻ്റെ യോക്കും ഒക്കെ വന്നപ്പോഴത്തേക്കും നല്ല എടുപ്പാണ് ആ ഒരു വർക്കിന്. ഈ ഒരു കളർ കോമ്പിനേഷൻ വന്നപ്പോഴത്തേക്കിന് ബോട്ടവും പിങ്ക് ഷെയ്ഡിൽ തന്നെ വരുന്ന ബോട്ടം. ഇതിൻ്റെ ഈ ഒരു പിങ്ക് ഷെയ്ഡ് ബോട്ടം കൊടുത്തേക്കുന്നു. അടുത്ത സെറ്റ് വരുന്നത് ഇതുപോലെ തന്നെ വർക്കാണ്. പക്ഷേ ഇതിൻ്റെ യോക്ക് കൊടുത്തേക്കുന്നത് ഓർഗൻസ മെറ്റീരിയൽ ഇട്ടാണ് യോക്ക് കൊടുത്തേക്കുന്നത്. സെയിം ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി തന്നെയാണ് വന്നേക്കുന്നത്. യോക്കിൽ നല്ല ഗ്രീൻ യെല്ലോ കോമ്പിനേഷൻ. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ്. യെല്ലോയും ഗ്രീനും കൂടെ വരുമ്പോഴത്തേക്കിന് എടുപ്പുള്ളൊരു കോമ്പിനേഷൻ. സ്ലീവ്സിൻ്റെ ബോർഡറിലും സെയിം തന്നെ വർക്കും ആ ഒരു ക്രോഷ്യ ലേസും ഒക്കെ കൊടുത്തേക്കുന്നു. ദുപ്പട്ട വരുമ്പോഴും ഓർഗൻസ ദുപ്പട്ട ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. ഓർഗൻസയിൽ ഈ സെയിം വർക്ക് തന്നെ ഫുള്ളും വന്നേക്കുന്നു. എന്നിട്ട് ദുപ്പട്ടയുടെ ബോർഡറും ഇതുപോലെ തന്നെ തിക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ക്രോഷ്യ ലേസും ഒക്കെ ബോർഡറായിട്ടും കൊടുത്തേക്കുന്നു. ഇങ്ങനെ ഈ ഒരു ലുക്കിലാണ്. ദുപ്പട്ട നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ്. ഒതുങ്ങിക്കിടക്കുന്ന ഓർഗൻസ ദുപ്പട്ടയാകുമ്പോൾ വിസ്കോസ് ഓർഗൻസ തന്നെയാണ്. നല്ല ലെങ്ത്തും ഒക്കെ ഉള്ള ദുപ്പട്ട ഇങ്ങനെ വരും. ഇതിൻ്റെ ഒരു ലുക്ക്. ബോട്ടം സെയിം ഗ്രീൻ ഷെയ്ഡ് തന്നെ, സെയിം ടോണിൽ നിൽക്കും ടോപ്പും ബോട്ടവും കൂടെ. ദുപ്പട്ട യെല്ലോയിൽ നല്ല ഹൈലൈറ്റ് ചെയ്ത് ഓറഞ്ചും ഗ്രീനും ഒക്കെ ചേർന്ന് വർക്കും വരുന്നു. അപ്പം ഈ ഒരു 3-4 സെറ്റാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ഇതിലേതെങ്കിലും ഷെയ്ഡ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്